Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതായത് നമുക്ക് 3 സബ്ജക്റ്റാണ് മെയിൻലി വരുന്നത്. പത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ പത്തോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അതായത് ബ്ലഡ് കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ഏരിയ. സോ നിങ്ങൾക്ക് ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ബ്ലഡ് കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻ എന്ന ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ബ്ലഡ്? ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. അതായത് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലെ പാർട്സുകളെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ടിഷ്യൂ. ഇപ്പോൾ ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അങ്ങനെയുള്ള ടിഷ്യൂസിനെയാണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയും. യെസ്, നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്ടിനെ ഏറ്റവും കൂടുതൽ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരാളുടെ ബോഡിയിൽ എത്രത്തോളം ബ്ലഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു 5 തൊട്ട്, ഇപ്പോൾ ഒരു മെയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 5 തൊട്ട് 6 ലിറ്റർ വരെ ബ്ലഡ് നമ്മളുടെ ബോഡിയിലുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഫീമെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 4 to 5. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളൊരു 5 ലിറ്റർ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും സെപ്പറേറ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 5 ലിറ്ററോളം ബ്ലഡ് ഓരോരുത്തരുടെ ബോഡിയിലും ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7.4 ആണ് ബ്ലഡിൻ്റെ pH വരുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പം അത്രയും സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ഏരിയ നിന്നായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ 7.4 ആണ് ബ്ലഡിൻ്റെ pH വരുന്നത്. ഓക്കെ, 7.4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 7ന് മുകളിലാണ് ആൽക്കലൈൻ pH ആണ് അല്ലേ. സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ pH ആണ് ബ്ലഡ്. ഓക്കെ, ബ്ലഡിൻ്റെ കളർ എന്താണ്? യെസ്, റെഡ് കളറാണ് ബ്ലഡിനുള്ളത്. കാരണം ഈ റെഡ് കളർ കൊടുക്കുന്നത് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് ആണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു മെറ്റാലിക്, ഒരു സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബ്ലഡിനെന്ന്. ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവും. 7.4 ആണ് ഒരു ബ്ലഡ് pH എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് ഡാർക്ക് റെഡ് കളറാണ് ഡ്യൂ ടു ഹീമോഗ്ലോബിൻ പിഗ്മെൻറ്റ്സ്. അതുപോലെ ജസ്റ്റ് ഒരു മെറ്റാലിക്, ഒരു സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ബ്ലഡിന്. ഓക്കെ, സോ നമുക്ക് അടുത്ത ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ബോഡിയിലൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുമായിട്ട് ഈ ഒരു ബ്ലഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മളുടെ ബോഡിയിലെ, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ ഒരു ബസ്സായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ബ്ലഡ് എന്ന്. എല്ലാ സാധനവും ഈ ബ്ലഡ് കൂടെയല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസസ് ആയാലും വേസ്റ്റ് ആയാലും ന്യൂട്രിയൻസ് ആയാലും എൻസൈംസ് ആയാലും ഹോർമോൺസ് ആയാലും എല്ലാം ബ്ലഡ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. എല്ലാവരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ബ്ലഡ്. സോ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, രണ്ടാമത്തേത് റെഗുലേഷനാണ്. നമ്മൾ എന്തിനൊക്കെ റെഗുലേറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. സോ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അല്ല, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. 3 ഫംഗ്ഷനാണ് ഉള്ളത്: ട്രാൻസ്പോർട്ടേഷൻ, റെഗുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് ബ്ലഡ് കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്സിജനെയാണ്. ഓക്സിജനെയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്തുവഴിയാണ്? ബ്ലഡ് വഴിയാണ്. ഓക്കെ, എങ്ങനെയാണ്? ബ്ലഡിൽ ആരാണ് ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? യെസ്, RBCs ആണ് അല്ലേ. ബ്ലഡിലെ RBCs ആണ് ഈ മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്.
എന്തിനാണ് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജനെ നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് അത് നേരെ ലങ്സിലേക്കാണ് പോകുന്നത്. ലങ്സിലെത്തിയിട്ടുള്ള ഈ ഒരു ഓക്സിജനെ ആർക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? നമ്മൾ ടിഷ്യൂസിന് എത്തിക്കണം അല്ലേ? ടിഷ്യൂസിന് എത്തിക്കണമെങ്കിൽ ഇതിലൂടെ ഈ ഓക്സിജൻ പാസ് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ് ലങ്സിൽ നിന്ന് ടിഷ്യൂലേക്ക് എത്തുന്നത്. അതേപോലെ ടിഷ്യൂസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്ങിലേക്ക് പോകുന്നതും ബ്ലഡ് വഴിയാണ്. അപ്പോൾ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നടക്കുന്നത് ബ്ലഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് റെസ്പിറേഷനിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ വഹിക്കുന്നില്ലേ? ഉണ്ട് അല്ലേ? കാരണം ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ബ്ലഡിൽ റെസ്പിറേഷനിൽ ഒരു റോളുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് റെസ്പിറേറ്ററി ഫങ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും മാത്രമല്ല ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു, സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഡൈജഷനൊക്കെ നടന്നു. ഡൈജഷന് ശേഷം ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നേരെ ഈ ഒരു ന്യൂട്രിയൻസ് നമ്മൾ ബ്ലഡിലേക്കാണല്ലേ അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പാർട്ടിലെ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അതും ബ്ലഡാണ്. അപ്പം ന്യൂട്രിയൻസിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് ടിഷ്യൂലേസിലേക്ക് എത്തിക്കുന്നത് ബ്ലഡാണ്. അപ്പം ന്യൂട്രിറ്റീവ് ഫങ്ഷൻ ഇല്ലേ ബ്ലഡിന്? ഉണ്ട്. ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ന്യൂട്രിറ്റീവ് ഫങ്ഷൻസ് ഉണ്ടെന്നും പറയാം. ഓക്കെ, ഇനി ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്തു, ന്യൂട്രിയൻസിനെയും ട്രാൻസ്പോർട്ട് ചെയ്തു. അടുത്തതാരാണ്? യെസ്, ഇങ്ങനെ ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുത്ത് നമ്മളുടെ ടിഷ്യൂസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സെൽസിൽ വെച്ചിട്ട് മെറ്റബോളിസം നടക്കും അല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടണമെങ്കിൽ മെറ്റബോളിസം നടക്കണം. ഈ മെറ്റബോളിസം കഴിഞ്ഞുണ്ടാവുന്ന വേസ്റ്റ് നമുക്കറിയാം. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവിടെ വേസ്റ്റ് ഉണ്ടാവും. അതേപോലെ മെറ്റബോളിസം കഴിഞ്ഞുണ്ടാവുന്ന വേസ്റ്റിനെ ആരാണ് ബോഡിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, കളയുന്നത്? കിഡ്നിയാണ്. സോ കിഡ്നിയിലേക്ക് അതെങ്ങനെയാണ് എത്തുന്നത്? അത് ബ്ലഡ് വഴിയാണ്. സെൽസിനാണ് ഈ മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ മെറ്റബോളിക് വേസ്റ്റ് കിഡ്നിയിലേക്ക് എത്തിക്കുന്നത് അതും ബ്ലഡാണ്. സോ വേസ്റ്റിനെ ആര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വേസ്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിന് എക്സ്ക്രീറ്ററി ഫങ്ഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ റെസ്പിറേറ്ററി ഫങ്ഷൻസ് പറയാം. ന്യൂട്രിയൻസിന് സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ന്യൂട്രിറ്റീവ് ഫങ്ഷൻസ് പറയാം. വേസ്റ്റിനെ കിഡ്നിയിലേക്ക്, കാരണം അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകണമെങ്കിൽ കിഡ്നിയാണ് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ കിഡ്നിയിൽ എത്തിക്കുന്നത് ബ്ലഡ് വഴിയാണ്. സോ അതിനെ നമുക്കൊണ്ട് എക്സ്ക്രീറ്ററി ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും ഫങ്ഷൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് നോക്കാം. നെക്സ്റ്റ് റെഗുലേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് കഴിഞ്ഞു. ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫങ്ഷൻ റെഗുലേഷനാണ്. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഹോർമോണൽ റെഗുലേഷൻ. നമ്മളെ ബോഡിയിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് അല്ലേ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഡക്റ്റ്ലെസ് ഗ്ലാൻഡാണ്. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ആണ്. സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയാം. ഈ ഹോർമോൺസ് അതിൻ്റെ ടാർജറ്റിൽ എത്തണം. ഇപ്പോൾ തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അതിൻ്റെ ടാർജറ്റിൽ എത്തണമെങ്കിൽ ഈ ബ്ലഡ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടാർജറ്റ് ടിഷ്യൂലേക്ക് ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ബ്ലഡാണ്. ഹോർമോൺസ് ആണ് നമ്മൾ മെയിൻലി നമ്മൾ ബോഡി റെഗുലേഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഹോർമോണൽ റെഗുലേഷന് ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഒരു റോൾ വഹിക്കുന്നുണ്ട് ഹോർമോൺ റെഗുലേഷൻ. കാരണം ബ്ലഡ് വേണം ബോഡിയിലേക്ക് മൊത്തത്തിൽ ഈ ഹോർമോണെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. ടെമ്പറേച്ചർ, നമ്മളെ ബോഡി ടെമ്പറേച്ചർ, നമ്മളൊരു നല്ല ഹ്യൂമിഡായിട്ട് അല്ലെങ്കിൽ നല്ല ടെമ്പറേച്ചറുള്ള ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത്രയും ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴും നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 37 അല്ലെങ്കിൽ ഒരു 38 അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ടെമ്പറേച്ചർ നന്നായിട്ട് ലോ ആയിട്ടോ നന്നായിട്ട് കൂടുന്നോ ഇല്ല. സോ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും ബ്ലഡും അതേപോലെ സ്കിന്നും ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇപ്പോൾ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഹോർമോണൽ റെഗുലേഷനും ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും നമ്മളുടെ ബ്ലഡിന് റോളുണ്ട്, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫങ്ഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ,
സോ ഇപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അധിക ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം PSC ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് വരിക. ഇപ്പോൾ 4 പോയിന്റ് തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ്, ഇപ്പോൾ ബ്ലഡിൻ്റെ റോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 പോയിന്റുകൾ തരും. എന്നിട്ട് ഓപ്ഷൻസ് ആയിട്ട് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും കറക്റ്റാണ്, ഫോർത്ത് പോയിന്റ് അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്കറിയാം, ബാക്കിയുള്ളത് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പോയിന്റുകളും നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ നോക്കുക, പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ക്ലോട്ടിങ് ആണ് അല്ലേ. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ നോർമലി നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനും റെഗുലേഷനും ഒന്നും നടക്കില്ല അല്ലേ. സോ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? യെസ്, നമുക്കൊരു ഇഞ്ചുറി വരുമ്പം അല്ലെങ്കിൽ നമുക്കൊരു കട്ട് ഉണ്ടാവും. ആ കട്ട് ഉണ്ടാകുമ്പോൾ അവിടുന്ന് ബ്ലഡ് ബ്ലീഡിങ് സംഭവിക്കും. പക്ഷേ അവിടെ നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ആവണം. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ ഈ പ്ലേറ്റ്ലെറ്റ്സ് എവിടെയാണുള്ളത്? യെസ്, ബ്ലഡിലാണുള്ളത്. പ്ലേറ്റ്ലെറ്റ് ഉള്ളത് ബ്ലഡിലാണ്. സോ നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്ലഡിൻ്റെ ഫങ്ഷനായിട്ട് പറയാം. ഓക്കെ, ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുമ്പം ബ്ലഡ് ലോസ് ഉണ്ടാവാണ്ടിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോട്ടിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ഫംഗ്ഷനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഫോറിൻ സബ്സ്റ്റൻസിനെ ഒന്നെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് പുറത്തെടുത്ത് കളയണം, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യണം, നശിപ്പിക്കണം. സോ ഇതിനാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിലുള്ള സെൽസുകൾ മെയിൻലി WBCs ആണ് ഈ ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെതിരെ പ്രവർത്തിക്കുന്നത് അല്ലേ. WBCs ആണ്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതും അതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. സോ ഈ WBC ഉള്ളത് ബ്ലഡിലാണ്. സോ ബ്ലഡിൻ്റെ ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ളതും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മെയിൻലി ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഓക്സിജൻ ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ്, ഇലക്ട്രോലൈറ്റ്സ് എല്ലാത്തിനെയും ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഹോർമോണൽ റെഗുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. നമ്മൾ ബ്ലീഡിങ് ഇല്ലാണ്ട് കൂടുതലായിട്ട് ബ്ലീഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റിയിൽ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബ്ലഡിൻ്റെ ഫങ്ഷനായിട്ട് പറയാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ തിയറി ആയിട്ട് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഓരോ പോയിൻ്റ് ആയിട്ടെങ്കിലും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, യെസ്, ഇനി ബ്ലഡിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. എന്താണ് ഈ ബ്ലഡ് എന്ന് പറയുന്നത്? ബ്ലഡ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ പറയാറുള്ളത് ഒരു ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. ഈ ഫ്ലൂയിഡ് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലാണ് ബ്ലഡ് വരുന്നത്. അതിൽ ഫ്ലൂയിഡ്സ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ്സിൻ്റെ ഉള്ളിൽ കുറേ സെൽസുകൾ ഉണ്ടാവും അല്ലേ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫ്ലൂയിഡ് പാർട്ടിനെ, പിന്നെ അതിൽ ഫ്ലൂയിഡും ഉണ്ടാവും. ഈ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ പറയുന്നത് പ്ലാസ്മ എന്നാണ്. ഫ്ലൂയിഡ് പ്ലാസ്മയും അതേപോലെ തന്നെ ഈ സെൽ പാർട്ടിലെ സെല്ലുകളിലെ നമ്മൾ ഫോംഡ് എലമെൻറ്റ്സ് എന്നും പറയും. ഫോംഡ് എലമെൻറ്റ്സും അതേപോലെ പ്ലാസ്മയും. അപ്പോൾ ബ്ലഡ് കമ്പോസ്ഡ് ഓഫ് പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയാം. ഫ്ലൂയിഡ് പാർട്ട് ഈസ് കോൾഡ് പ്ലാസ്മ ആൻഡ് സെൽ പാർട്ട് ഈസ് കോൾഡ് ഫോംഡ് എലമെൻറ്റ്സ്. അപ്പോൾ ബ്ലഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫ്ലൂയിഡ് പാർട്ട് പ്ലാസ്മയും സെൽ പാർട്ട് ഫോംഡ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി പ്ലാസ്മയിൽ എന്തൊക്കെ ഉണ്ടാവും, അതേപോലെ സെൽസിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്ലഡിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ എന്തു പറഞ്ഞു? പ്ലാസ്മ എന്ന് പറഞ്ഞു. ഏകദേശം 55% പ്ലാസ്മയാണ്. ബ്ലഡ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 55% പ്ലാസ്മയാണ്. 45% സെല്ലുലാർ എലമെൻറ്റ്, അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫോംഡ് എലമെൻറ്റ്സ് എന്ന് നേരത്തെ പറഞ്ഞത്.
ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിൽ വീണ്ടും പ്ലാസ്മേനെ നമ്മൾ ആദ്യം നമുക്ക് ഫോംഡ് എലമെൻറ്റ്സ് പറയാം. ഓക്കെ, ഫോംഡ് എലമെൻറ്റ്സിന് അതായത് സെല്ലുലാർ എലമെൻറ്റ്സ് 3 ടൈപ്പ് സെൽസ് ആണ് മെയിൻലി പ്രസൻ്റ് ആയിരിക്കുന്നത്. RBCയും പ്ലേറ്റ്ലെറ്റും WBC, അല്ലെങ്കിൽ RBC, പ്ലേറ്റ്ലെറ്റ് ആൻഡ് ലൂക്കോസൈറ്റ്. നമുക്ക് ഓരോന്ന് പഠിക്കാം, ടെൻഷൻ വേണ്ട. ഇപ്പം നമുക്ക് RBC, പ്ലേറ്റ്ലെറ്റ് ആൻഡ് WBC എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഫോംഡ് എലമെൻറ്റ്സിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. RBC, പ്ലേറ്റ്ലെറ്റ് ആൻഡ് WBC എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, WBC തന്നെ നമുക്ക് വീണ്ടും ഗ്രാനുലോസൈറ്റ്, അഗ്രാനുലോസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. സോ നമുക്ക് പ്ലാസ്മ പാർട്ട് നോക്കാം. പ്ലാസ്മയിൽ ഏകദേശം 95% ഉള്ളത് വെള്ളമാണ്, അതായത് വാട്ടറാണ്, H2O ആണ്. ബാക്കി എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഒരു ഫ്ലൂയിഡ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാസ്മ പാർട്ടിലായിരിക്കില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ന്യൂട്രിയൻസ് ഉണ്ടാവും, അതേപോലെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, ഹോർമോൺസ് ഒക്കെ ഈ പ്ലാസ്മ പാർട്ടിലായിരിക്കില്ലേ ഉണ്ടാവുക. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലുകൾ മാത്രമാണ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് മാത്രമാണ്. പക്ഷെ ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺസും ഗ്യാസസും മെറ്റബോളൈറ്റ്സും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? പ്ലാസ്മ പാർട്ടിലായിരിക്കും. അപ്പോൾ 95% വാട്ടറാണ്. അതുകൂടാണ്ട് പ്രോട്ടീൻസ്, പ്ലാസ്മ പ്രോട്ടീൻസ് പ്രസൻ്റ് ആയിരിക്കും. പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാവും. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസും ഉണ്ടാവും. അതുകൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോലൈറ്റ്സും ഗ്യാസസും മെറ്റബോളൈറ്റ്സും വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് പോലെയുള്ള യൂറിയ, യൂറിക് ആസിഡ്, നൈട്രജൻ ഇതെല്ലാം പ്ലാസ്മയിൽ പ്രസൻ്റ് ആയിരിക്കും. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡിനെ നമ്മൾ 2 പാർട്ടായിട്ട് പറയാം. ഫ്ലൂയിഡ് പാർട്ട് പ്ലാസ്മയും സെല്ലുലാർ പാർട്ടായിട്ടുള്ള ഫോംഡ് എലമെൻറ്റ്സ്. സെല്ലുലാർ പാർട്ട് 3 ടൈപ്പ് സെൽസ് ആണുള്ളത്, RBCയും പ്ലേറ്റ്ലെറ്റും WBCയും. ഫ്ലൂയിഡ് പാർട്ടിൽ, പ്ലാസ്മ പാർട്ടിൽ നമുക്ക് 99% വാട്ടറാണ്. അത് കൂടാണ്ട് പ്ലാസ്മ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജനും പ്രസൻ്റ് ആയിരിക്കും. കൂടാണ്ട് ഇലക്ട്രോലൈറ്റ്സ്, ഗ്യാസസ്, മെറ്റബോളൈറ്റ്സ് ഒക്കെ ഈ പ്ലാസ്മ പാർട്ടിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്ലഡിൻ്റെ കോമ്പോസിഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഫോംഡ് എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ RBCs, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്, അതായത് ബ്ലഡ് സെല്ലുകളെയാണ് നമ്മൾ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആണ്. RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്. WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇയോസ്നോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽസിൽ ചെറിയ ചെറിയ ഗ്രാനൂൾസുകൾ കാണാൻ പറ്റും. അങ്ങനെ ഗ്രാനൂളുള്ള WBCനെ നമുക്ക് എന്ത് പറയാം? ഗ്രാനുലോസൈറ്റ് എന്ന് പറയാം. ഗ്രാനുലോസൈറ്റ്. എന്നാൽ ഗ്രാനൂൾ ഇല്ലാത്ത, ഇപ്പോൾ മോണോസൈറ്റും ലിംഫോസൈറ്റും എടുത്താൽ ഗ്രാനൂൾ ഇല്ല, അതിനെ അഗ്രാനുലോ, എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് എന്നുള്ള മീനിങ്. സോ ഗ്രാനൂൾ ഇല്ലാത്തതിനെ അഗ്രാനുലോസൈറ്റ് എന്ന് പറയാം. അപ്പോൾ WBCനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഗ്രാനുലോസൈറ്റ്. ആരൊക്കെയാ ഗ്രാനുലോസൈറ്റ്? ന്യൂട്രോഫിൽ, ഇയോസ്നോഫിൽ ആൻഡ് ബേസോഫിൽസ്. ഇവരാരാണ്? ഗ്രാനുലോസൈറ്റ് ആണ്. അപ്പം അഗ്രാനുലോസൈറ്റ്, ഗ്രാനൂൾ ഇല്ലാത്തവർ ആരൊക്കെയാണ്? ലിംഫോസൈറ്റും മോണോസൈറ്റും. ആരാണ്? അഗ്രാനുലോസൈറ്റ് ആണ്, ഗ്രാനൂൾ ഇല്ലാത്തവരാണ്. സോ ഇതാണ് ഫോംഡ് എലമെൻറ്റ്സിൽ പറയാനുള്ളത്. RBCയും WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ് സെല്ലുകളാണ് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, എറിത്രോസൈറ്റ് ഓർ RBC. RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽ ആണ് അല്ലേ? റെഡ് ബ്ലഡ് സെൽ. റെഡ് കളറുള്ള സെല്ലായതുകൊണ്ട് റെഡ് ബ്ലഡ് സെൽ എന്ന് പറയാം. നമ്മളെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ഈ RBC ആണ് അല്ലേ? റെഡ് ബ്ലഡ് സെൽ. അതിനെ നമ്മൾ എറിത്രോ എന്ന് പറഞ്ഞാൽ റെഡ് എന്നാണ്. എറിത്രോ മീൻസ് റെഡ്. അപ്പോൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലുമാണ്. റെഡ് സെല്ലിനായതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എറിത്രോസൈറ്റിന് റെഡ് ബ്ലഡ് സെൽ എന്ന് പറയും.
റെഡ് ബ്ലഡ് സെൽ എങ്ങനെയാണ്? യെസ്, അതൊരു റൗണ്ട് ബൈക്കോൺകേവ്. നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ ജസ്റ്റ് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണുള്ളത്. രണ്ട് സൈഡും അതേപോലെ. നിങ്ങളിവിടെ ഒരു സൈഡാണ് കാണുന്നതെങ്കിൽ രണ്ട് സൈഡും ഇതേപോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതിനാണ് ബൈക്കോൺകേവ് ഷേപ്പ്. ഈ ഒരു ഷേപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് സെൽസിന് ഏത് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലൂടെ കൂടി ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട്. സോ ഇത് റെഡ് ബ്ലഡ് സെൽ മാക്സിമം സർഫസ് ഏരിയയും ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു ബൈക്കോൺകേവ് ആണ്. ഏകദേശം ഒരു 7 മൈക്രോൺ ആണ് ഇതിൻ്റെ സൈസ്. ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഏകദേശം 7 മൈക്രോൺ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇതല്ലേ ഡയമീറ്ററും, അതേപോലെ തന്നെ തിക്നെസ് എത്ര? ഒരു 2.5 മൈക്രോൺ തിക്നെസ്സുമാണ് വരുന്നത്. ഇത് ഏകദേശം ഒരു നോർമൽ വാല്യൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്, ഒരു 5.1 to 5.8 മില്യൺസ് RBC per ക്യൂബിക് മില്യൺ. നോട്ട് ചെയ്ത് വെക്കണേ ഈ ഒരു കാര്യം. മില്യൺസ് ആണ് ഓരോന്നിനും അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ മെയിൽസിലും, ഒരു 4.3 to 5.2 ആരിലുമാണ്? ഫീമെയിൽസിലുമാണ് വരുന്നത്. ഓക്കെ, മെയിൽസിലാണ് RBCൻ്റെ കൗണ്ട് കൂടുതലുള്ളത്, മെയിൽസിലാണ്, ആണുങ്ങളിലാണ്. ഓക്കെ, 5.1 to 5.8, 4.3 to 5.2 ഫീമെയിൽസിലുമാണ്. മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു RBC എത്ര കാലം ബ്ലഡിൽ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു RBC ഫോം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ആ ബ്ലഡിൽ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ഡേയ്സോളം, അതായത് ഏകദേശം 120 ഡേയ്സോളം ഈ RBC എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് സ്പാൻ വരുന്നുണ്ട്. അതും സ്ഥിരം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ RBCൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണ്? യെസ്, നമ്മളുടെ ഗ്യാസസ് ഓക്സിജന് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ലങ്സിലുള്ള ഓക്സിജനെ എവിടേക്ക് എത്തിക്കുക എന്നുള്ളത്? ടിഷ്യൂസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് RBCൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന്. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ. RBCനെ നമ്മൾ എറിത്രോസൈറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ അതൊരു ബൈക്കോൺകേവ് ഷേപ്പാണ്. ഏകദേശം 7 മൈക്രോൺ ഡയമീറ്റർ വരുന്നുണ്ട്. RBCൻ്റെ നോർമൽ വാല്യൂ 5.1 to 5.8 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ അഡൽട്ട് മെയിൽസിലും, 4.3 to 5.2 ഫീമെയിൽസിലുമാണ്. 120 ഡേയ്സ് ആണ് RBCൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, RBCയിൽ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് WBC അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? യെസ്, ലൂക്കോസൈറ്റ് എന്ന് പറയാം അല്ലേ. WBC എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റ് ബ്ലഡ് സെല്ലാണ്. RBC റെഡ് കളറാണ്, റെഡ്. പക്ഷെ ഇതെന്താണ്? വൈറ്റ്, കളർലെസ് ആയിട്ടുള്ള, വൈറ്റ് കളറല്ല കളർലെസ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെല്ലാണ് വരുന്നത്. സോ അതിന് വൈറ്റ്, ലൂക്കോ എന്ന് പറഞ്ഞാൽ വൈറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ ലൂക്കോസൈറ്റ് എന്ന് പറയാം. വൈറ്റ് ബ്ലഡ് സെൽസിനെ നമുക്ക് എന്ത് പറയാം? ലൂക്കോസൈറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇതൊരു കളർലെസ് ആണ്. നമ്മൾ ഒരു കാര്യം RBCയിൽ പറയാൻ വിട്ടു. RBC നിങ്ങൾ പിക്ചർ കണ്ടപ്പം അതിൽ ന്യൂക്ലിയസ് ഒന്നും ഇല്ല. ന്യൂക്ലിയസ് എന്താണ്? ആബ്സെൻ്റ് ആണ് RBCയിൽ. അൺന്യൂക്ലിയേറ്റഡ് സെല്ലാണ്. ഓക്കെ, ആബ്സെൻ്റ് ആണ് പക്ഷേ WBC ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയേറ്റഡ് സെല്ലാണ് എന്ത്? WBC എന്ന് പറയുന്നത്. ഇത് സ്ഥിരം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് ഏതാണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ RBC ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ അമീബോയിഡ് മൂവ്മെൻറ്റ് കാരണം അത് ബ്ലഡ് കാപ്പിലറി കൂടെ അതിന് സ്ക്വീസ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു ടെക്നിക്കിനെ നമ്മൾ ഡയാപെഡസിസ് എന്ന് പറയാറുണ്ട്. കാരണം ഒന്നുമില്ല, നമുക്കൊരു ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ആ ഒരു സൈറ്റിലേക്ക് എല്ലാ WBCസും എത്താറുണ്ട് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ വഹിക്കുന്നത് WBC ആണ്. സോ അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനൊക്കെ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആ ഒരു ഏരിയയിൽ സൈറ്റിൽ ഏറ്റവും കൂടുതൽ WBC കാണും. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ബ്ലഡ് കാപ്പിലറീസിന് സ്ക്വീസ് ഔട്ട് ചെയ്ത് വരാൻ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡയാപെഡസിസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എന്താ, ചിലപ്പോൾ ഈ ഒരു ടേം എക്സാമിന് ചോദിക്കാം. എന്താണ് ഈ അമീബോയിഡ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ RBCനെ എടുക്കുമ്പോൾ RBCനേക്കാളും കുറച്ചും കൂടി വലിയ സെല്ലാണ് എന്ത്? WBC അല്ലേ. നമ്മളവിടെ 7 മൈക്രോൺ ആയിരുന്നു RBCക്ക് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു 8 to 15 മൈക്രോൺ ആണ് എന്ത് വരുന്നത്? WBCൻ്റെ സൈസ് വരുന്നത്.
ഇനി നോർമൽ വാല്യൂ എത്രത്തോളമാണ്? നമ്മൾ 5000 to 9000 അല്ലെങ്കിൽ 4000 to 11,000 എന്നൊക്കെ പറയാറുണ്ട്. സോ ഇവിടെ 5000 to 9000 WBC per cubic millimeter. അവിടെ നമ്മൾ മില്യൺസ് എന്നുള്ള കാര്യം ആഡ് ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെ ഇല്ല. 5000 to 9000 WBC അല്ലെങ്കിൽ 9000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, WBCക്ക് പറയാം സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് ഓപ്ഷൻ ഉള്ളതെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഇനി ലൈഫ് സ്പാൻ, നമ്മൾ RBC 120 ഡേയ്സ് ആയിരുന്നു അല്ലേ ലൈഫ് സ്പാന്. പക്ഷേ WBC ആകെ 3-4 ദിവസം. WBC ഉണ്ടായി 3-4 ദിവസം കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്റ്റ് ആയി പോകും. അപ്പോൾ ആകെ കുറച്ച് ദിവസം മാത്രമേ WBCക്ക് ലൈഫ് സ്പാൻ ഉള്ളൂ. എന്താ WBCൻ്റെ ഫങ്ഷന്? യെസ്, ഇമ്മ്യൂണിറ്റിയാണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് WBCൻ്റെ ഫങ്ഷൻ. നോട്ട് ചെയ്ത് വെക്കുക, മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. RBC ന്യൂക്ലിയസ് ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിന് ഡയാപെഡിസിസ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റും ഉണ്ട്. RBCനേക്കാളും കുറച്ചും കൂടി വലിയ സെല്ലാണ്, ഒരു 8 to 15 മൈക്രോമീറ്റർ സൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നോർമൽ വാല്യൂ എത്രയാണ്? ഒരു 5000 to 9000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഉണ്ട്. RBCക്ക് 120 ഡേയ്സ് ആയിരുന്നു ലൈഫ് സ്പാൻ, പക്ഷേ WBC ഒരു 3 to 4 ഡേയ്സ് മാത്രമേ ലൈഫ് സ്പാൻ വരുന്നു. ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് RBC എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ WBCൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, അടുത്ത സെല്ല് WBCയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് WBC വരുന്നുണ്ട് അല്ലേ. WBCനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ നമ്മൾ പറഞ്ഞു. WBCനെ നമ്മൾ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്? ഗ്രാനുലോസൈറ്റ് ആൻഡ് അഗ്രാനുലോസൈറ്റ്. ഗ്രാന്യൂൾസ് ഇവിടെ നിങ്ങൾ സെല്ലിൽ ചിത്രത്തിൽ കാണാം, ചെറിയ ചെറിയ ഗ്രാന്യൂൾസുകൾ കാണാം അല്ലേ. 3 സെൽസിലും ഗ്രാന്യൂൾസ്, പല കളറാണെങ്കിൽ കൂടി എല്ലാത്തിലും ഗ്രാന്യൂൾസ് ഉണ്ട്. സോ ഈ ഒരു ഗ്രാന്യൂളുള്ള സെൽസിനെ ഗ്രാനുലോസൈറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഗ്രാന്യൂൾസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കതിനെന്ത് പറയാം? അഗ്രാനുലോസൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഗ്രാന്യൂൾ ഉള്ളത് ഗ്രാനുലോസൈറ്റും ഗ്രാന്യൂൾ ഇല്ലാത്തത് അഗ്രാനുലോസൈറ്റുമാണ്. ആരൊക്കെയാണ് ഗ്രാന്യൂളുള്ള സെൽസുകൾ? യെസ്, ന്യൂട്രോഫിൽസ്, ഇയോസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽസ് ആണ് ഗ്രാന്യൂൾസിലുള്ള ഗ്രാനുലോസൈറ്റ്. അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ആണ് അഗ്രാനുലോസൈറ്റ് കാറ്റഗറിയിൽ വരുന്നത്, ഗ്രാന്യൂൾസ് ഇല്ലാത്ത സെൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, WBCനെ ഗ്രാനുലോസൈറ്റ് ആൻഡ് അഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? യെസ്, ന്യൂട്രോഫിൽ, യോസ്നോഫിൽ ആൻഡ് ബേസോഫിൽസ് ആയിരുന്നു ഗ്രാനുലുള്ള സെല്ലുകൾ അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽസ് എന്ന് പറയുമ്പോൾ അവിടെ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾ സ്റ്റെയിൻഡ് വിത്ത് ന്യൂട്രൽ സ്റ്റെയിൻ. സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് എങ്ങനെയാണ്? ന്യൂട്രൽ സ്റ്റെയിൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഇവിടെ ഏകദേശം 3 തൊട്ട് 5 വരെ എന്തുണ്ട്? ലോബ്സ് പ്രസൻ്റ് ആണ് അല്ലേ. ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാൻ ലോബുലേറ്റഡ് ആണ്, കുറേ ലോബ്സ് ആയിട്ടാണ്. ഒരു 3, ഇപ്പോൾ പിക്ചറിൽ 3 ലോബാണ് നിങ്ങൾക്ക് കാണുന്നത്. 3 തൊട്ട് 5 ലോബ് വരെ കാണാം. അതുകൊണ്ട് നമുക്കിതിനെ പോളിമോർഫോ ന്യൂക്ലിയർ എന്ന് പറയാം. അപ്പം അല്ലെങ്കിൽ പോളിമോർഫ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്, പോളിമോർഫ് എന്ന്. അപ്പോൾ പോളിമോർഫ് സെൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂട്രോഫിൽ സെല്ലാണ്. പോളിമോർഫ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറുള്ളത് ന്യൂട്രോഫിൽസിനെയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പോളിമോർഫ് എന്ന് പറയാൻ കാരണം എന്താണ്? 3 അതായത് 3, 4, 5 ലോബ്സ് അതിനുള്ളത് കൊണ്ടാണ് പോളിമോർഫ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ WBC എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ ഒരു 50 തൊട്ട് 60% ഉള്ളത് ഏതായിരിക്കും? ന്യൂട്രോഫിൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് പുറത്തുനിന്നൊരു ഫോറിൻ സബ്സ്റ്റൻസ് വരികയാണ്. ആ ഫോറിൻ സബ്സ്റ്റൻസ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂട്രോഫിൽ എന്താ ചെയ്യുക? നേരെ അതിനെ എൻഗൾഫ് ചെയ്തിട്ട്, അതായത് വിഴുങ്ങിയിട്ട് ഈ നമ്മളുടെ ന്യൂട്രോഫിൽസിനുള്ളിലുള്ള എൻസൈംസ് വെച്ച്, ലൈസോസൈം എൻസൈംസ് വെച്ചിട്ട് ഇതിനെ നശിപ്പിച്ച് കളയും. വിഴുങ്ങിയിട്ട് നശിപ്പിക്കുക, അതിനാണ് ഫാഗോസൈറ്റ്സ് അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് എന്ന് പറയുന്നത്. സോ എൻഗൾഫ് ദ മൈക്രോ ഓർഗാനിസം. അങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? യെസ്, ന്യൂട്രോഫിൽസിൻ്റെ പണി. ഇനി അത് ബ്ലഡ് പിക്ചറിൽ ഈ ഒരു രീതിയിലാണ് കാണുക കേട്ടോ. ഇത് നമ്മളെ ഗ്രാഫിക്കലി അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ബ്ലഡ് പിക്ചറിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റും.
ഓക്കെ. സോ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് ആണ്. ഏകദേശം ഒരു 50-60% നിങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട് കേട്ടോ, എത്രത്തോളം WBCയിൽ ഇത്ര പെർസെൻറ്റ്, ലിംഫോസൈറ്റ് എത്ര പെർസെൻറ്റേജാ, ന്യൂട്രോഫിൽസ് എത്ര പെർസെൻറ്റേജാന്ന് നോക്കി. അപ്പോൾ ജനറൽ ഒരു ഐഡിയ, പ്രത്യേകിച്ച് പഠിച്ചു വെക്കുക എന്നുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ. ഇതിൻ്റെ ഫംഗ്ഷൻ, ന്യൂട്രോഫിൽസ് എന്താണ് ചെയ്യുക? ഫോറിൻ സബ്സ്റ്റൻസിനെ വിഴുങ്ങി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് ചെയ്യും, എൻഗൾഫ് ചെയ്യും എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്ത സെൽ ഏതാണ്? യെസ്, ദാറ്റ് ഈസ് യോസ്നോഫിൽ. യോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസിഡിക് ഡൈ ആണ്. ആ യോസിനായിരിക്കും അതിൻ്റെ ഗ്രാനൂൾ സ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ ന്യൂട്രോഫിൽസ് ന്യൂട്രൽ സ്റ്റെയിൻ ആണ് എടുക്കുന്നത് എന്നല്ലേ. പക്ഷേ ഇവിടെ ആരാ? യോസ്നോഫിൽ എന്താണ്? നമ്മൾ അസിഡിക് സ്റ്റെയിൻ ആയിട്ടുള്ള യോസിനാണ്. നിങ്ങളിവിടെ പിക്ചറിൽ കാണാമല്ലേ, യോസിൻ, അസിഡിക് സ്റ്റെയിൻ ആയിട്ടുള്ള യോസിൻ്റെ കളറാണിത്. ഓക്കെ. ഇങ്ങനെയുള്ള യോസിൻ്റെ കളറാണ് എടുക്കുന്നതെങ്കിൽ ന്യൂട്രൽസ് നിങ്ങൾക്ക് കുറച്ച് വലിയ ഗ്രാനൂൾസാണ്, വലിയ നമ്മൾ എന്താ പറയുക, റെഡ് കളറായിട്ടുള്ള ഗ്രാനൂൾസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിനാണ് യോസ്നോഫിൽ എന്ന് പറയാം. പക്ഷേ ന്യൂട്രോഫിൽസിന് അത്ര കൂടുതൽ സെൽസ് ഒന്നും ഉണ്ടാവില്ല, അധികവും ബൈലോബ്ഡ് ആയിട്ട്. കണ്ടോ, 2 ലോബായിരിക്കും വരുന്നത്, സെൽസിന് 2 ലോബാണ് വരുന്നത്. അതേപോലെ ഏകദേശം എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഒരു 3 അല്ലെങ്കിൽ 2 തൊട്ട് 5 അങ്ങനെ രീതിയിൽ പഠിച്ചു വെച്ചാൽ കുറച്ച് പെർസെൻറ്റേജ്, ഒരു 3% അല്ലെങ്കിൽ 4% ഒക്കെ എന്ത് വരുന്നുള്ളൂ? ടോട്ടൽ WBCയിൽ നമ്മളുടെ യോസ്നോഫിൽ വരുന്നുള്ളൂ. ഇതൊരു നമ്മൾ പറഞ്ഞത് അത് ന്യൂട്രോഫിൽ ഫാഗോസൈറ്റോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു നോൺ ഫാഗോസൈറ്റോസിറ്റിക്കാണ്. ഫാഗോസൈറ്റോസ് ഒന്നും ചെയ്യില്ല. പക്ഷേ അലർജിക് കണ്ടീഷനിൽ ഇത് കൂടും, കാരണം ഇതിന് ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. അലർജി കണ്ടീഷനിൽ കൂടും. ചോദിക്കാം, ഇതൊക്കെ ഒരു പോയിൻ്റാണ് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന പോയിൻ്റാണ്. ഒരു ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉള്ളത് ഏതാണ്, അലർജിക്കിൽ കൂടുന്ന സെൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യോസിനോഫിൽ. ഞാൻ നിങ്ങളടുത്ത് ചോദിക്കും അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിക്കും അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട്, അലർജിക് റിയാക്ഷനിൽ കാണും. സോ അങ്ങനെ അലർജിക് റിയാക്ഷനിൽ ഇതിൻ്റെ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ യോസ്നോഫീലിയ എന്ന് പറയുന്നത് കേട്ടോ. യോസ്നോഫീലിയ എന്ന് പറഞ്ഞാൽ യോസ്നോഫിലിൻ്റെ കൗണ്ട് കൂടുക, അത്രയേ ഉള്ളൂ. ബേസോഫിലിയ എന്ന് പറഞ്ഞാൽ ബേസോഫിലിൻ്റെ കൗണ്ട് കൂടുക. ഫീലിയ എന്ന് പറഞ്ഞാൽ കൂടാന്ന് പറയാം. പീനിയ മീൻസ് കുറയുന്നതിന് പീനിയ എന്നും കൂടുന്നതിന് നമ്മൾ ഫീലിയ എന്നും അല്ലെങ്കിൽ സൈറ്റോസിസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. എറിത്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റിൻ്റെ നമ്പർ കൂടുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ യോസ്നോഫിലിൻ്റെ നമ്മൾ പറഞ്ഞു, യോസ്നോഫിലിക് ആയിട്ടുള്ള ഗ്രാനൂൾസ് റെഡ് കളർ വലിയ ഗ്രാനൂൾസ് ആയിരിക്കും. ഏകദേശം ഒരു 3% ഒക്കെ ടോട്ടൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഫാഗോസൈറ്റോസിക് അല്ല. പക്ഷെ അലർജീൻ്റെ കേസിലും ഇത് കൂടുന്നുണ്ട്. ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട്. യോസ്നോഫീലിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും ഇത് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പോൾ അലർജി കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണ് വരാമെന്ന് ചോദിച്ചാൽ യോസ്നോഫീലിയ ഉണ്ടാവും. അലർജിയിൽ യോസ്നോഫിലിൻ്റെ കൗണ്ട് കൂടും. ഓക്കെ, സിമ്പിളായിട്ട് പറയുമ്പോൾ. ഓക്കെ, സോ അതിന് നമുക്ക് അടുത്ത സെല്ല് നോക്കാം. ദാറ്റ് ഈസ് ബേസോഫിൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊക്കെ ഗ്രാനൂളുള്ള സെല്ലാണ്. ഇതും നോക്കിക്കേ, യോസ്നോഫിലിനേക്കാളും വലിയ ഗ്രാനൂളാണ് ഇവിടെ വരുന്നത് അല്ലേ. യോസ്നോഫിലിനേക്കാളും വലിയ ഗ്രാനൂളാണ്, പക്ഷേ കളറ് മാറി. ഏത് കളറാണ്? ബേസോഫിലിക് ഗ്രാനൂൾ, അതായത് ബേസിക് സ്റ്റെയിൻ ആയിട്ടുള്ള മെഥിലിൻ ബ്ലൂവിൻ്റെ കളറാണ് ഇവിടെ എടുത്തത്. അവിടെ യോസ്നോഫിലിൻ്റെ കളറാണെങ്കിൽ ഇവിടെയുള്ള ഗ്രാനൂൾസ് മെഥിലിൻ ബ്ലൂവിൻ്റെ കളറാണ് എടുത്തത്, വലിയ ഗ്രാനൂൾസ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ന്യൂക്ലിയസ് വരുന്നത്? ഒരു ഒരു കിഡ്നിയൊക്കെ ഷേപ്പ് പോലെയൊക്കെയുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള, ബൈലോബ്ഡ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് വരുന്നത് അല്ലേ. ഏകദേശം ഒരു 0.5% ആണ്. 5% അല്ല, 0.5% ഒക്കെ നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നുള്ളൂ. അത് യോസ്നോഫിലിനേക്കാളും കുറവായിരിക്കും ആര്? ബേസോഫിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ പെരിഫറൽ സ്മിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസോഫിലെ കാണാനേ കിട്ടില്ല. യോസ്നോഫില നമുക്കൊന്ന് 2 കാണുമെങ്കിലും ബേസോഫിലൊന്നും ചിലപ്പം കാണാനേ കിട്ടില്ല. ഓക്കെ,
ഇതും നമ്മൾ ഇയോസ്നോഫിൽ പറഞ്ഞതുപോലെ നോൺ ഫാഗോസൈറ്റിക് ആണ്. ആരായിരുന്നു അപ്പോൾ ഫാഗോസൈറ്റിക് ഉള്ളത്? ഫാഗോസൈറ്റിക് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ പഠിച്ചതിൽ ആരാ ഉള്ളത്? ന്യൂട്രോഫിലാണ് ഫാഗോസൈറ്റിക് ആയിട്ട് പഠിച്ചത്. ബാക്കി രണ്ടും നോൺ ഫാഗോസൈറ്റിക് ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. യെസ്, ഹെപ്പാരിൻ ആൻഡ് ഹിസ്റ്റമിൻ രണ്ടും റിലീസ് ചെയ്യുന്നത്, രണ്ടും പ്രസൻ്റ് ആയിരിക്കുന്ന സെൽ ഏതാന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ദാറ്റ് ഈസ് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആൻറ്റിക്കോയാഗുലൻ്റ് ആണ് അല്ലേ. ഹിസ്റ്റമിനും റിലീസ് ചെയ്യുന്നത് ബേസോഫിലാണ്. പഠിച്ചോളൂ. ആൻറ്റി ഹിസ്റ്റമിൻ നമ്മൾ പഠിച്ചത് ഇയോസ്നോഫിലും, ഹെപ്പാരിൻ ആൻഡ് ഹിസ്റ്റമിൻ നമ്മൾ പഠിച്ചത് ബേസോഫിലും ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ. സോ അപ്പോൾ ബേസോഫിൽ നമ്മൾ പറഞ്ഞത് ബ്ലൂ ആയിട്ടുള്ള ഗ്രാന്യൂൾ ആയിരിക്കും, ട്വിസ്റ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും, ഏകദേശം ഒരു 0.5% ആയിരിക്കും. ഫാഗോസൈറ്റിക് അല്ല. ഹെപ്പാരിൻ ആൻഡ് ഹിസ്റ്റമിൻ ഈ രണ്ട് കാര്യങ്ങളെ റിലീസ് ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അടുത്തത് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് നമ്മൾ കവർ ചെയ്തു, ന്യൂട്രോഫിലും ഇയോസ്നോഫിലും ബേസോഫിലും. ഇനി അടുത്തത് ഗ്രാനുലോസൈറ്റ് ആണ്. ഗ്രാനുലോസൈറ്റ് എന്ന് പറയുമ്പോൾ യെസ്, ഗ്രാനൂൾ ഇല്ലാത്ത സെല്ലുകൾ ആരൊക്കെയായിരുന്നു ഗ്രാനൂൾ ഇല്ലാത്തത്? ലിംഫോസൈറ്റും മോണോസൈറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് വലിയ റൗണ്ട് ന്യൂക്ലിയസ് ആണ് അല്ലേ. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. വലിയ റൗണ്ട് ന്യൂക്ലിയസ്, മറ്റേനെ പോലെ ലോബ്ഡ് ആയിട്ടോ ട്വിസ്റ്റഡ് ആയിട്ടോ എന്നല്ല, വലിയ ന്യൂക്ലിയസ് ആണ് വരുന്നത്. സോ ഏകദേശം ഒരു 25 to 33% അല്ലെങ്കിൽ 40% നമുക്ക് പറയാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഒരു 40% ഒക്കെയോളം എന്ത് വരുന്നത് ടോട്ടൽ WBCയിൽ ലിംഫോസൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ മുന്നേ നമുക്കൊരു കാര്യം പറയാം. ലിംഫോസൈറ്റ് 2 ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ഉണ്ട് കേട്ടോ. T ലിംഫോസൈറ്റും ഉണ്ട്, B ലിംഫോസൈറ്റും ഉണ്ട്. ഈ B ലിംഫോസൈറ്റ് ആണ് നമുക്ക് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം തരുന്നത്. ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് കയറിയാൽ നമുക്കതിന് ആൻറ്റിജൻ എന്ന് പറയാം. ഈ ആൻറ്റിജൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ആൻറ്റിബോഡി എന്ന് പറയുന്നത്. സോ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത് B ലിംഫോസൈറ്റ് ആണ്. അല്ലാണ്ട് സെൽ മീഡിയേറ്റഡ് ആയിട്ട് ഈ ഒരു ആൻറ്റിജനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് തരുന്നതാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ലിംഫോസൈറ്റ് ആൻറ്റിബോഡി കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ B ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡി പ്രൊഡക്ഷനും. T ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസുമാണ് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ അത് ലാർജ് വലിയ സെല്ലായിരിക്കും. ഏറ്റവും ലാർജസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മോണോസൈറ്റ് ആണ്. ഏറ്റവും വെയിറ്റ് ഉള്ള സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് RBC ആണ് കേട്ടോ. കാരണം RBCൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഏറ്റവും വെയിറ്റ് കൂടിയ സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് RBC. എന്നാൽ ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മോണോസൈറ്റ് പറയാം. വലിയ സെല്ലാണ് കണ്ടോ. ലാർജസ്റ്റ് ഓഫ് ഓൾ WBCയിൽ ലാർജസ്റ്റ് ആണ്. ഓക്കെ, കിഡ്നി ഷേപ്പായിട്ടുള്ള ന്യൂക്ലിയസ് ആണ് വരുന്നത്. ഒരു 3 to 9% ആയിരിക്കും നമ്മളെ മോണോസൈറ്റ് ഉണ്ടാവുക. അതിൻ്റെ ഫങ്ഷൻ നമ്മൾ ന്യൂട്രോഫിലിൽ എന്ത് ഫങ്ഷനാണോ പറഞ്ഞത്, അതായത് അതെന്തായിരുന്നു, വിഴുങ്ങി നശിപ്പിക്കുകയായിരുന്നു അല്ലേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. അതേ ഫങ്ഷൻ തന്നെയാണ് മോണോസൈറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ സ്കാവഞ്ചർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ന്യൂട്രോഫിൽസിൻ്റെ അതേ ഫങ്ഷന് തന്നെയാണ് എന്തിന് മോണോസൈറ്റിനും വരുന്നത് എന്നുള്ളത്. കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് വരുന്നത്. ഏകദേശം ഒരു 3 to 9% ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് WBCസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. യെസ്, ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് നമുക്കൊരു സെല്ലായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ബോൺ മാരോ മെഗോകാരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെല്ല് ഫ്രാഗ്മെൻ്റ് ചെയ്ത് പൊട്ടിയിട്ടാണ് ശരിക്കും എന്തുണ്ടാവുന്നത്, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ, പ്ലേറ്റ്ലെറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാണ്. ദാറ്റ് ഈസ് ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് ക്ലോട്ടിംഗ് എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും നമ്മൾ ഫോംഡ് എലമെൻറ്റ്സ് കവർ ചെയ്തു അല്ലേ. കംപ്ലീറ്റ് ഫോംഡ് എലമെൻറ്റ്സും നമ്മൾ പറഞ്ഞു.
ഫോംഡ് എലമെൻസിന് RBC ഉണ്ടായിരുന്നു, WBC ഉണ്ടായിരുന്നു, അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റിൽ തന്നെ വീണ്ടും ഗ്രാനുലോസൈറ്റ് ആൻഡ് അഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ബേസോഫിൽ, ഇയോസ്നോഫിൽ ആൻഡ് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് ഗ്രാനുലോസൈറ്റും, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് എന്ന് പറയുന്ന അഗ്രാനുലോസൈറ്റുമാർ. ഓരോന്നിൻ്റെ ഫങ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമ്മളുടെ പ്ലാസ്മ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട്, അതായത് സെല്ലല്ലാണ്ട് ഉണ്ടാവുന്ന ബാക്കിയുള്ള പാർട്ടില്ലേ, ആ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് അല്ലേ. ആ ഫ്ലൂയിഡ് പാർട്ടിൽ ഏകദേശം 90 or 95% എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു 10% സൊല്യൂട്ടും 7% പ്രോട്ടീനുമാണ് വരുന്നത്. ഓക്കെ, 90-95% എന്താണ് വരുന്നത്, വാട്ടറാണ് വരുന്നത്. പിന്നെ അതിൽ സൊല്യൂട്ട്സ് ഉണ്ടാവും, പ്ലാസ്മ പ്രോട്ടീൻസും ഉണ്ടാവും. ഓക്കെ, സോ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇതൊക്കെ ആയിരിക്കും പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതല്ലാണ്ട് പിന്നെ നമുക്കറിയാം എല്ലാം ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഉണ്ടാകുന്ന ഫ്ലൂയിഡ് പാർട്ടിലായിരിക്കില്ലേ. യെസ്, ന്യൂട്രിയൻസ് ആയിട്ടുള്ള നമ്മൾ സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ഇപ്പം ലിപ്പിഡ്സും അതെല്ലാം ബ്ലഡിലെ പ്ലാസ്മ പാർട്ടിലല്ലേ ഉണ്ടാവുക. ആണ്, കാരണം പ്ലാസ്മയിൽ കൂടെ അല്ലെങ്കിൽ ബ്ലഡിലൂടെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ന്യൂട്രിയൻസ് ഒക്കെ എവിടെ ഉണ്ടാവും, പ്ലാസ്മ പാർട്ടിലുണ്ടാവും. പിന്നെ വേസ്റ്റ്, ഇപ്പോൾ ഓൾറെഡി ഈ ന്യൂട്രിയൻസ് നേരെ കൊണ്ടുപോയി സെല്ലിലെത്തി സെല്ല് മെറ്റബോളിസം കഴിഞ്ഞുണ്ടാവുന്ന വേസ്റ്റുകളാണ് മെയിൻലി യൂറിക് ആസിഡ്, അമോണിയ, ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് എവിടേക്കാണ് പോകേണ്ടത്, കിഡ്നിയാണ് അതിനെ കളയുന്നത്. ആ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതും ബ്ലഡിലുണ്ടാവും. ബ്ലഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ പാർട്ടിലുണ്ടാവും. ഗ്യാസസ്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഈ ഗ്യാസസും പ്ലാസ്മയിലുണ്ടാവും. പിന്നെ അതേപോലെ ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ്. എൻസൈംസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ്. ഇതെല്ലാം പ്ലാസ്മയിലുണ്ടാവും. അതുകൂടാണ്ട് ഇൻഓർഗാനിക് ആയിട്ടുള്ള കാൽഷ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, ഫോസ്ഫേറ്റ്, ഇതെല്ലാം പ്ലാസ്മ പാർട്ടിലുണ്ടാവും. ജസ്റ്റ് പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഫോംഡ് എലമെൻറ്റ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ മീൻസ് ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ടാവും, പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാവും, ന്യൂട്രിയൻസുകൾ ഉണ്ടാവും, നൈട്രജനസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, ഗ്യാഷ്യസ് ഉണ്ടാവും, അതേപോലെ എൻസൈംസ്, ഹോർമോൺസ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് എല്ലാം ഈ ഒരു പ്ലാസ്മ പാർട്ടിലാണ് ഉണ്ടാവുന്നത്. സോ പ്ലാസ്മയിൽ കൂടാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം, ഓരോ ഫങ്ഷനായിട്ട് നോക്കാം. നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻ നോക്കാം. പ്ലാസ്മ പ്രോട്ടീനാണ് പ്ലാസ്മയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. പ്ലാസ്മ പ്രോട്ടീനിൽ ചിലപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷനൊക്കെ ചോദിക്കാം. പ്ലാസ്മ പ്രോട്ടീൻ മെയിനായിട്ട് 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം: ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് ആൽബുമിനാണ്. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ 60% ഉള്ളത് ആൽബുമിനാണ്. ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്, അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയുമാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കിഡ്നി ഡിസീസിലും ലിവർ ഡിസീസിലും രണ്ടിലും എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ട്. ദാറ്റ് ഈസ് ആൽബുമിൻ. ആൽബുമിൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആൽബുമിൻ്റെ റീഅബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിഡ്നി അവിടെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 ഡിസീസിലും പ്രശ്നം വരുന്നത് ആർക്കായിരിക്കും, ആൽബുമിൻ ആയിരിക്കും. സോ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആൽബുമിനാണ്. ഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ ബോഡീസ് എന്ന് പറയും. കാരണം ഗ്ലോബുലിനിൽ തന്നെ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് പഠിക്കും. അതിൽ ഗാമ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആണ് അല്ലേ. സോ അതുകൊണ്ടാണ് ഇമ്മ്യൂൺ ബോഡി എന്ന് പറഞ്ഞത്. ഫൈബ്രിനോജൻ നമുക്കറിയാം ഫാക്ടർ 1 ആണ്. ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. സോ അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് അതിൽ ഫംഗ്ഷൻ വരുന്നത്. ഓരോന്നിൻ്റെ ഫംഗ്ഷനും നമുക്ക് പഠിക്കാം. സോ പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിൽ ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ.
ഇതിൽ ഗ്ലോബുലിനെ വീണ്ടും നമുക്ക് ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഗാമ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുക. ആൽഫ 1നെ തന്നെ വീണ്ടും ആൽഫ 1, ആൽഫ 2 എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ആൽഫ 1, ആൽഫ 2. സോ ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഫങ്ഷൻ നോക്കാം, അതായത് പ്ലാസ്മ പ്രോട്ടീൻ്റെ ഫങ്ഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. നമുക്കറിയാം പ്ലാസ്മയിൽ കൂടെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നോക്കുക. ആൽബുമിൻ എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? യെസ്, ഫാറ്റി ആസിഡ്, ബിലിറുബിൻ. നമുക്കറിയാം ബിലിറുബിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലിവറിലേക്ക് കോഞ്ചുഗേഷൻ നടക്കാൻ പോകുമ്പോൾ നമ്മളതിൻ്റെ ബ്രേക്ക് ഡൗൺ പഠിച്ചതാണ് അല്ലേ. RBC ബ്രേക്ക് ഡൗൺ പഠിക്കുന്നിടത്തിൽ ആൽബുമിൻ ആയിരുന്നു അതിനെ ലിവറിലേക്ക് കൊണ്ടുപോകാമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കാൽഷ്യത്തിനെ, ഡിഫറെൻറ്റ് ഡ്രഗ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആൽബുമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമിന് ചോദിക്കാം കേട്ടോ, ബിലിറുബിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്നൊക്കെ ചോദിക്കാൻ പഠിച്ചു വെക്കണം. ഫാറ്റി ആസിഡ്, ബിലിറുബിൻ, കാൽഷ്യം, ഡ്രഗ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആൽബുമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫറിൻ എന്ന് പറഞ്ഞാൽ അയേണിൻ്റെ ട്രാൻസ്പോർട്ടിനാണ്. അയേണിൻ്റെ ട്രാൻസ്പോർട്ടിനാണ് ട്രാൻസ്ഫറിൻ ഹെൽപ്പ് ചെയ്യുന്നത്. സെറുലോപ്ലാസ്മിൻ, ഇത് സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോപ്പറിൻ്റെ ട്രാൻസ്പോർട്ടിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ട്രാൻസ്കോർട്ടിൻ എന്ന് പറയുമ്പോൾ കോർട്ടിസോ, പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കോർട്ടിസ്റ്റോള് അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോണിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്. ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ലിപ്പിഡിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. ഹാപ്റ്റോഗ്ലോബുലിൻ, ഗ്ലോബുലിൻ, ഹീമോഗ്ലോബുലിൻ, ഫ്രീ ഹീമോഗ്ലോബിൻ്റെ ട്രാൻസ്പോർട്ടേഷനും. തൈറോസിൻ ബൈൻഡിങ് പ്രോട്ടീൻ, പേരിൽ തന്നെ ഉണ്ട്, തൈറോസിൻ്റെ ട്രാൻസ്പോർട്ട് ചെയ്യാം. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ, റെറ്റിനോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതൊക്കെ പേരിലുണ്ട്, നമുക്ക് വേഗം മനസ്സിലാവും. നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൽബുമിൻ. ആൽബുമിൻ നമ്മളെ ബിലിറുബിൻ്റെയും ഫാറ്റി ആസിഡിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഡ്രഗ്സിൻ്റെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫെറിൻ, ഫെറിറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ അയൺ റിലേറ്റഡ് ആണ് അല്ലേ. സോ അയണിൻ്റെ ട്രാൻസ്പോർട്ട്. സെറുലോപ്ലാസ്മിൻ, C4 കോപ്പർ, CC കോപ്പർ എന്ന് പഠിച്ചു വെക്കുക. ട്രാൻസ്കോർട്ടിൻ, കോർട്ടിക്കോസ്റ്റീറോയിൽ കോർട്ടിക്കോസ്റ്റീറോൺ. ലിപ്പോപ്രോട്ടീൻ, ലിപ്പിഡിൻ്റെ. ഹാപ്റ്റോഗ്ലോബുലിൻ, ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഫ്രീ ഹീമോഗ്ലോബിൻ്റെ. തൈറോസിൻ ബൈൻഡിങ് പ്രോട്ടീൻ, തൈറോസിൻ. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ, റെറ്റിനോളിൻ്റെ. അപ്പോൾ ഇത് ചോദിക്കാം കേട്ടോ, സെറുലോപ്ലാസ്മിനോ ആൽബുമിനോ ഒക്കെ ചിലപ്പം എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൂടാണ്ട് നമ്മൾ ഓസ്മോട്ടിക് റെഗുലേഷൻ, നമ്മളെ ആൽബുമിനൊക്കെ നമ്മൾ ഓസ്മോട്ടിക് റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റലൈറ്റിക് ഫങ്ഷൻ, അതായത് എൻസൈമാറ്റിക് ഫങ്ഷൻസ് വരുന്നുണ്ട് പ്ലാസ്മയ്ക്ക്. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് വരുന്നുണ്ട് പ്ലാസ്മയ്ക്ക്. അതുപോലെ ബ്ലഡ് കൊയാഗുലേഷൻ, കാരണം ബ്ലഡ് കൊയാഗുലേഷൻ, ഇപ്പോൾ ഫൈബ്രിനോജൻ ഉള്ളതുകൊണ്ട് ബ്ലഡ് ക്ലോട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബ്രിനോജൻ വരുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗാമ ഗ്ലോബുലിൻ പഠിച്ചു അല്ലേ. ഗാമ ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്തിൻ്റെ ഫംഗ്ഷൻസ് ആണ്? നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. ഓസ്മോട്ടിക് റെഗുലേഷൻ, കാറ്റലൈറ്റിക് ഫംഗ്ഷൻ, പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, ബ്ലഡ് കൊയാഗുലേഷൻ എന്നുള്ളതൊക്കെ പ്ലാസ്മ പ്രോട്ടീൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് സെറം vs പ്ലാസ്മ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴും സെറം എടുക്കാറുണ്ട്, ചിലതിലും പ്ലാസ്മ എടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ പ്ലാസ്മയും എന്താണ് സെറം? അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു, നമ്മളതൊരു ഒരു ട്യൂബിലേക്ക് നേരെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബോഡിയിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് എന്തായാലും ക്ലോട്ടാവും, രക്തം കട്ട പിടിക്കും. അങ്ങനെ രക്തം ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് എടുത്തു, നമ്മളത് സെൻട്രിഫ്യൂജിലിട്ട് കറക്കി, സെൻട്രിഫ്യൂജ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും, ഫസ്റ്റ് പിക്ചറിലുള്ളതുപോലെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് താഴെ ബ്ലഡ് ക്ലോട്ടും കിട്ടും, മുകളിൽ കിട്ടുന്നത് സെറമായിരിക്കും. ഓക്കെ, സെറമായിരിക്കും. എന്നാൽ നമ്മൾ നേരെ ബ്ലഡ് എടുത്തു, എന്നിട്ട് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉള്ള ട്യൂബിൽ, ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ബ്ലഡിലേക്ക് ആഡ് ചെയ്താൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല. അപ്പോൾ അത് മിക്സ് ചെയ്ത് ട്യൂബിലേക്കാണ് ബ്ലഡ് കളക്ട് ചെയ്തതെങ്കിൽ സോ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല. നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. താഴെ RBC ഉണ്ടാവും, പിന്നെ ഒരു ബഫി കോട്ട് ഉണ്ടാവും, മുകളിൽ പ്ലാസ്മയാണ് കിട്ടുന്നത്. കാരണം എന്താണ്? ഇവിടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടില്ല. അപ്പോൾ ഈ രണ്ടിലും നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡിൽ നമ്മൾ പറഞ്ഞു ഫൈബ്രിനോജൻ എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും നമ്മളെ പ്ലാസ്മയിലുണ്ടാവും. പ്ലാസ്മയിൽ സാധാരണ പ്ലാസ്മ എന്ന് പറയുമ്പം അതിൽ ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ടാവും നോർമൽ പ്ലാസ്മയിൽ. പക്ഷേ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫൈബ്രിനോജൻ ക്ലോട്ട് ചെയ്യാൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ക്ലോട്ട് ചെയ്ത ബ്ലഡിൽ ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും കൊയാഗുലേഷൻ നടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് പാർട്ടിൽ ഈ ഒരു ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു, ബ്ലഡ് കളക്ട് ചെയ്ത് ഇതിൽ RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റും WBC ഒക്കെ ഉണ്ട്. സോ ഇതിൽ നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ലിക്വിഡ് ഫൈബ്രിനോജൻ ഉണ്ട് കേട്ടോ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ട്, അതായത് പ്ലാസ്മയിൽ. പക്ഷേ ഇത് ക്ലോട്ട് ചെയ്ത സമയത്ത്, അത് ബ്ലഡ് നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇത് ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫൈബ്രിനോജൻ ക്ലോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇങ്ങനെ ക്ലോട്ട് ചെയ്തു. സോ ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും ഒക്കെ ഇവിടെ ക്ലോട്ട് ചെയ്യാൻ ആവശ്യമാണ്. സോ ഈ ക്ലോട്ട് ചെയ്ത സ്ഥലത്തായിരിക്കും ഈ ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് പാർട്ടിൽ ഇത് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ക്ലോട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ ഫ്ലൂയിഡിനെ നമ്മൾ സെറം എന്ന് പറയാം. അല്ലെങ്കിൽ സെറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മയെന്ന് ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും ഇല്ലാത്തതാണെന്ന് പറയാം. പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ. പക്ഷേ പകരം നമ്മൾ ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡ്, അതായത് ആൻറ്റി കൊയാഗുലൻ്റ് മിക്സ് ചെയ്ത ബ്ലഡാണ് സെൻട്രിഫ്യൂജ് ചെയ്തതെങ്കിൽ ഈ ക്ലോട്ടിംഗ് ഫാക്ടറും അതേപോലെ തന്നെ ഫൈബ്രിനോജനും ഇവിടെ തന്നെ ഉണ്ടാവും, ഈ പ്ലാസ്മയിൽ ഉണ്ടാവും. അപ്പോൾ പ്ലാസ്മയിൽ ഫൈബ്രിനോജനും ക്ലോട്ടിംഗ് ഫാക്ടറും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്ലാസ്മ. അത് ക്ലോട്ട് ചെയ്യാൻ പോയെങ്കിൽ അതല്ലെങ്കിൽ അതില്ലെങ്കിൽ ദാറ്റ് ഈസ് സെറം. കാരണം ക്ലോട്ടഡ് ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്താൽ നമുക്ക് സെറമാണ് കിട്ടുക, ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്താൽ നമുക്ക് പ്ലാസ്മയാണ് കിട്ടുക. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം. താങ്ക് യു.